മച്ചാന്മാരെ, ഇന്ന് ഞങ്ങൾ വളരെയധികം സങ്കടത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സങ്കടം എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടമുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങളെ നാട്ടുകാരെല്ലാവരും ഇല്ല കേട്ടോ, വളരെ ചുരുക്കം ചില ആളുകളുള്ളൂ. പക്ഷേ അത് എല്ലാവരും എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഞങ്ങളെ നേർക്ക് വന്നുള്ളത്. കാരണം ഉണ്ണിയാ, എന്താ സംഭവം എങ്ങനെ പറയാം? എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മള് നീതുവിനെ തേടി പോയതും നമ്മൾ ആ കുളത്തുനിന്ന് കുറെ സാധനങ്ങൾ എടുത്തതും അതിന്റെ സ്വന്തം നാട്ടിൽ നിന്നാണ് അതിന്റെ പേരിലാണ് ഇവിടെ പലതും നടക്കണതും സംഭവിച്ചു പോണതും എന്നൊക്കെയാണ് പറഞ്ഞുണ്ടാക്കണത്. അത് പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വന്ന കുറച്ച് കോളുകളുണ്ട്. ആദ്യം നിങ്ങൾ ഈ കോളുകളൊന്ന് കേട്ടു നോക്കട്ടാ. അതെ, ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങിച്ച് മീൻ പിടിച്ച് കയറിയ പോലെ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇടപെടാൻ നിൽക്കണം. എന്തിനാണ് കുളത്തിൽ അങ്ങനെ പലതുണ്ടാവും, അതൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക്. നിങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങിയാൽ മീൻ പിടിക്കാൻ കയറുക, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അതുകൊണ്ട് നിങ്ങൾ കുളത്തുനിന്ന് വേറെ പല സാധനങ്ങളും കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ചു നോക്കേണ്ട കാര്യം എന്താ? അത് വെറുതെ കൊണ്ടുപോയി ഇടുന്നല്ലോ കുളത്തില്. അതിന്റെ ബാക്കിൽ ഓരോ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ഓരോന്ന് ചെയ്തു വെച്ച് പോകും, ബാക്കി അനുഭവിക്കുന്നത് ഞങ്ങളെ പോലത്തെ ആൾക്കാരാണ്. ഇല്ല ഏട്ടാ, നമ്മളെടുത്ത് കാറണമെങ്കിൽ അത് ഞങ്ങള് വീഡിയോ ചെയ്യണതിന്റെ ഇടയിൽ വീഡിയോ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേറെ കിടക്കുന്നത്? നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നത്? നിങ്ങൾ മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്യാച്ചാൽ അത് ചെയ്യുക. കുളത്തുനിന്ന് പലതും കിട്ടും, കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേമാതിരി തിരിച്ചിടുക. നിങ്ങൾ മീൻ പിടിക്കാനുള്ള പരിപാടിയല്ലേ ചെയ്യുന്നത്, അത് മാത്രം ചെയ്താൽ പോരെ? സംഭവം ശരിയാണ്. പക്ഷെ നമുക്കെന്താ വെച്ചാല് ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയത് ഞങ്ങളെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ അതിനെ പറ്റിട്ട് ഈ പേടിച്ച് നിൽക്കണുണ്ടല്ലോ. പേടിക്കാനുള്ള സംഭവം ഉള്ളത് കൊണ്ടാണ് പേടിക്കണത്. വെറുതെ പേടിക്കുന്നതല്ലോ. നിങ്ങൾ അത് പൊട്ടിച്ചതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നതെന്ന് അറിയാം. നിങ്ങൾക്ക് ഇവിടെ അടിക്കുന്ന വണ്ടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരാൾക്ക് അതിനെ നിങ്ങളൊന്ന് പറയും, നിങ്ങൾ പറയുന്നേക്ക് രാത്രി ഒരാൾക്ക് അതിനെ നടക്കാൻ വയ്യ. ഏതി കൂടെ നിങ്ങൾ ഓരോന്ന് വരുത്തി കൂട്ടിയിട്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾ വീഡിയോ ചെയ്യുക, മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്യാച്ചാൽ അത് ചെയ്ത് പോവുക. ചേട്ടാ, തെറ്റുകാരണങ്ങളാണ്. സംഭവം എന്താ വെച്ചാല് ഞങ്ങളെ എടുത്തുകൊണ്ടല്ല ചേട്ടന് ഈ പ്രശ്നങ്ങളൊന്നുള്ളത്. നമ്മള് അങ്ങനെ ചേട്ടൻ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ അത് ചെയ്യുന്നതിന് മുമ്പ് വരെ ഒരു പ്രശ്നമില്ലല്ലോ, ഇതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. എന്താണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? എന്താണ് അവിടെ നിന്ന് വന്ന് അന്വേഷിച്ചു നോക്കൂ. രാത്രി ഒരാൾക്ക് ആ വഴി കൂടെ നടക്കാൻ വയ്യ, കുളത്തിന്റെ സൈഡ് കൂടെ നടക്കാൻ വയ്യ. പലതും കാണുന്നുണ്ട്. ഇതേമാതിരി പ്രശ്നം ഉണ്ടായിട്ടുള്ള അതേപോലെ ചെയ്ത് ആ കുളത്തിൽ ഇട്ടുള്ളത്. അത് വീണ്ടും എടുക്കാന്ന് വെച്ചാല് നിങ്ങളെ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങി എടുത്താൽ പോരെ? അത് ഞങ്ങൾക്ക് എന്താ അറിയാത്ത ആൾക്കാരാ? സംഭവം ശരിയാണ്. പക്ഷെ എന്താ അറിയോ, നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് വെച്ചാല് മീൻ പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ നാടിന് ദോഷമുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ചേട്ടന് ആളാ കുളത്തിന്റെ അടുത്തുള്ള ആളാ? ഞാൻ ആ പരിസരത്തുള്ള ആൾ തന്നെയാണ്. ഇത് ചെയ്യാന് നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്? അതെന്താ അറിയാം, ഞങ്ങള് കുറച്ച് ആളുകളിൽ ഒരു പേടിണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കോട്ടെ ചെയ്തേട്ടല്ല. കുറച്ച് ആൾക്കാരുടെ പേടി മാറിക്കോട്ടെ, പക്ഷെ അത് മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വരില്ലേ? അതൊന്നും നിങ്ങൾ ചിന്തിക്കാത്ത. ഒന്ന് വീഡിയോ കൊടുക്കാച്ചാൽ അതിന്റെ മാന്യതയ്ക്ക് വീഡിയോ കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഈ സംഭവം നിർത്തിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. എന്റെ ചാനലും ഉണ്ടാവില്ല, ഈ ഉണ്ടാവില്ല. ഇനി ഞാൻ ഇതിന്റെ മേലൊന്നും പറയാനില്ല. ഇതെനിക്ക് ലാസ്റ്റ് വാണിംഗ് ആണ്. എന്താണ് ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം ശരിക്കും? മീൻ പിടിച്ചിട്ടാ? മീൻ മാത്രമല്ല പിടിക്കുന്നത്, അതിന്റെ കൂട്ടത്തിൽ വേറെ പല സാധനങ്ങളും പിടിക്കണം എടുക്കണം ഒക്കെ ഉണ്ടല്ലോ. എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം? ഇപ്പൊ ഞങ്ങള് മീൻപിടുത്താണ് കൂടുതലായിട്ടും ചെയ്യണത്. നിങ്ങളിപ്പോ മീൻപിടുത്തം എന്തായിക്കോട്ടെ, നിങ്ങള് മുമ്പ് ചെയ്തതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഞങ്ങളിപ്പോ നാട്ടുകാർ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം? എന്താണ് അതുകൊണ്ട് ഇപ്പൊ എന്താ കിട്ടണത്? മീൻ പിടിച്ചോളി, വേറെ എന്താ വെച്ചാൽ കാട് വൃത്തിയാക്കി പൊന്ത കിട്ടുക, എന്താ വെച്ചാൽ നിങ്ങൾ കാട്ടിക്കോളി. അതിലിടയ്ക്ക് വേണ്ടാത്ത കാര്യങ്ങൾ പോകുന്ന ചിലപ്പോ നാട്ടുകാർ ഓരോ മനസ്സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കാൻ, അതിന്റെ ഇതിലൊക്കെ സൗകര്യക്കേട് ഉണ്ടാക്കുക. നിങ്ങൾ എന്തിനാണ് ഈ പോകുന്നത്? ഞങ്ങൾ ആ കുളത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിനെ പറ്റിയിട്ടാണ് ചേട്ടാ ഉദ്ദേശിക്കണത്. അപ്പൊ നിങ്ങൾക്ക് ഇത്ര നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്തിനാണെന്നുള്ളത്? അല്ല, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ, അതാണ് ഞാൻ ചോദിച്ചത്. അതാണോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതന്നെയാണ് കാര്യം. എന്താണ് നിങ്ങളെ ഇത്, എന്തിനാണ് നിങ്ങൾ ഈ പണിക്കൊക്കെ ചെയ്യണത്? നിങ്ങൾക്കിപ്പോ എടുത്തിട്ടാണ് പോയാൽ മതി, ബാക്കി അനുഭവിക്കാനുള്ള ഞങ്ങൾ നാട്ടുകാർ മാത്രമാണ്. കാര്യം പറയട്ടെ, ഇതിപ്പോ ഇന്നെ വിളിക്കണത് ഒരു 5-ാമത്തെ 6-ാമത്തെ ആളാവും ചിലപ്പോ ചേട്ടൻ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തന്നെ ചോദിച്ചത്.
ഇത് അവിടെ എന്താണ് ആ മൊത്തത്തിലുള്ള പ്രശ്നം എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഞങ്ങള് കാരണമാണെന്നില്ല എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. അനുഭവിക്കുന്നവർ കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ടൊക്കെ ഇങ്ങനെ വിളി വരുന്നത്. അല്ലപ്പോ വെറുതെ കുത്തിരുന്ന് വിളിക്കപ്പോ നാട്ടുകാർക്ക് വേറെ പണിയില്ലാതെ ഇരിക്കല്ലോ. ഇതിപ്പോ ഞമ്മക്ക് എന്താ കാര്യങ്ങൾ അറിയില്ല, ഇവിടെ ബാക്കിയുള്ളവർ അറിയുമ്പോഴാണ് നമ്മള് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതിപ്പോ നമ്മളൊക്കെ എന്റെ ചുറ്റടുത്തുള്ള അയൽവാസികളാണ്. ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. ഇവിടെ നാട്ടിൽ തന്നെ എത്ര ആക്സിഡന്റ് ഉണ്ടായി, എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ അടുത്ത് മാറിയ നടക്കാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ചേട്ടാ അത് ചേട്ടാ ഉദ്ദേശിക്കണ പോലെ ഞങ്ങളെ എടുത്തോണ്ടല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഇന്നലെ ജനിച്ച ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ ഇപ്പൊ ഇന്നലെ പൊട്ടിമുളച്ച പിള്ളേരോ എന്നല്ല ഇപ്പൊ നിങ്ങളെ വിളിക്കുന്നത്. ഇവിടെ ജീവിച്ച ആൾക്കാരല്ലേ. ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ എന്താ നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ. അറിയാം ശരിയാണ്, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പൊ പറ്റിപ്പോയ അബദ്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്തേലും മറ്റേ വേറെ എന്തെങ്കിലും അതിനുള്ള സൊല്യൂഷനോ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അതും കൂടി ചേട്ടനെന്ന് പറയോ? എന്താണ് ഞങ്ങൾ പരിപാടിയൊക്കെ നിർത്തി നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? കുറെ നിങ്ങൾക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? പക്ഷെ അങ്ങനെയല്ല ചേട്ടാ, നമ്മളത് പറ്റിയ കാര്യത്തിൽ ഇനിയിപ്പോ നമ്മളത് തർക്കിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ചേട്ടൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ നാട്ടുകാർ ഒരു സമാധാനവും ഇല്ലാതെ ഇല്ലാതെ നടക്കുന്നു. ഇല്ലേട്ടാ, ഞങ്ങളും കൂടി സഹായിക്കാം. നിങ്ങൾ കുറച്ച് ആൾക്കാർ ഓരോ പണി ഉണ്ടാക്കിയതിന്റെ പേരിൽ ബാക്കിയുള്ളവർ സമാധാനം ഇല്ലാതെ നടക്കുക. നിങ്ങൾ സമാധാനത്തിൽ കിടന്നുറങ്ങുക. ഇല്ലേട്ടാ, ഞങ്ങൾക്ക് സമാധാനം ഇല്ല. കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വിളിച്ച് ഞങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സമാധാനം ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല ചേട്ടാ. കാരണം ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ക്ലിയർ ആക്കുന്നുണ്ട്. ഈ പരിപാടി നിങ്ങൾ ഇവിടെ കൊണ്ടാ നിർത്തിക്കാണ്. നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കാതെ പണിയെടുത്ത് ജീവിച്ചോളി. ഇതൊക്കെ വേണ്ടാത്ത പണിക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ശരിക്കും മര്യാദ നിങ്ങൾ മീൻ പിടിച്ച് നടക്കുക എന്തെങ്കിലും അത് നമ്മൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല. അത് നിങ്ങളെ ഇഷ്ടം. ബാക്കി നാട്ടുകാർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ശരി ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഈ വക പരിപാടികളൊക്കെ നിർത്തിയിട്ട് മര്യാദക്ക് ജീവിക്കാൻ നോക്കി. എന്തിനാണ് ഇത് ബാക്കിയുള്ളവരെ പ്രാക്കും മേടിച്ച് നടക്കുന്നത്? ശരി ഇനി മാറി കാട്ടിക്കൂട്ടൽ ഇനി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഞാൻ മറുപടി വിളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ മറ്റേ വർത്താനം കാര്യങ്ങളൊന്നും ആവില്ല. ഇപ്പൊ നിങ്ങൾ ഈ കോളുകൾ കേട്ടില്ലേ? ഈ കോള് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പല ആളുകളും അവരുടെ പേരോ ഇതൊന്നും വെളിപ്പെടുത്താതെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല നമ്പറിന്ന്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോളുണ്ട്. അതെ, നിങ്ങൾക്ക് ഭയങ്കര ഒരു ആപത്ത് വരാൻ പോവാണ്. നിങ്ങൾ ആകെ പ്രശ്നത്തിലാണ്. ചിലപ്പോ അവർക്കുള്ള നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. അത് മാത്രല്ല ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞേ നിങ്ങള് കാരണമാണെന്നൊക്കെയാണ് പറഞ്ഞത്. നിങ്ങള് കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോണത്. നിങ്ങൾ എന്തിനാ അതെടുക്കാൻ പോയത്? ഒരു 7-8 ആക്സിഡന്റ് നടന്നു. ഈ ആക്സിഡന്റ് ഒക്കെ ഇപ്പൊ ഞങ്ങള് കാരണമാണെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ആ കുളത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, അപ്പൊ അറിയാത്ത ആളുകളോട് ഞങ്ങൾ പറയാം, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു കുളത്തുനിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ഭീഷണി പോലെ അവന്റെ നമ്പർ അടിക്കാം, അവന്റെ നമ്പർ കാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ. അപ്പൊ എന്തിനാ ചോദിക്കുമ്പോ പ്രശ്നത്തിലാണ്. നിങ്ങൾ പ്രശ്നത്തിലാണ്, മൊത്തത്തിൽ നാട് മൊത്തം പ്രശ്നത്തിലാണ്. നിങ്ങൾ അനുഭവിക്കുമ്പോ അറിയാം, നിങ്ങൾ അനുഭവിക്കുമ്പോ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഈ ഒരു ഡയലോഗ് നിങ്ങൾ അനുഭവിക്കുമ്പോ നിങ്ങൾ പഠിച്ചോളും, നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അതാണ് ഇത്. നമ്മൾ ആദ്യം ഇവര് പറയണത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ കുളത്തുനിന്ന് സാധനങ്ങൾ എടുത്ത സമയത്ത് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ ഞങ്ങൾക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞു നടന്നിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നങ്ങോട്ട് അടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ, നാട്ടിൽ ചില ആക്സിഡന്റുകൾ നടന്ന് ഇത് ഞങ്ങൾ കാരണമാണെന്നാണ് ഇപ്പോ ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കണത്. ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എത്രത്തോളം വിഷമമുണ്ട് അറിയോ? ആലോചിക്കും. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ ചെയ്ത് കുറെ ആളുകളുടെ ഉള്ളിലുള്ള അന്ധവിശ്വാസം മാറണം എന്നൊക്കെ വിചാരിച്ചു നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഇപ്പോൾ എല്ലാവരും നമ്മളെ നേർക്ക് തിരിക. ഒക്കെ ഞങ്ങളാണ് ഈ ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത്. എവിടെ ആരെങ്കിലൊക്കെ ആക്സിഡന്റ്, ചിലപ്പോൾ ഞങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിക്കും, ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറഞ്ഞൊക്കെ സംഭവിക്കും. മനുഷ്യന്മാരുടെ കാര്യമാണ്, എന്താ ഏതാന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുകൊണ്ടാവണമെന്നില്ല. ഇതൊക്കെ എന്നിട്ട് നമ്മളല്ലെങ്കിൽ ഞങ്ങൾ ഈ സാധനങ്ങൾ എടുത്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ ലാസ്റ്റ് എന്നിട്ട് ഞങ്ങളോട് കുറച്ച് പൈസ അടക്കം ചോദിച്ചു. ഇതിന്റെ പ്രതിവിധി ചെയ്യണം, അതിന് നിങ്ങൾ ഇത്ര ലക്ഷം റുപ്യ തരണം എന്നുള്ള ലെവലിലടക്കമുള്ള വർത്തമാനം വന്നിട്ടുണ്ട്. ഇത് ചെയ്ത് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. എടുത്തിട്ട് എത്ര മാസങ്ങളായി അല്ലേ? അത് ഞങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോ അവര് പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, അത് നിങ്ങൾക്ക് ഇന്നല്ല, ചിലപ്പോ നാളല്ല, ചിലപ്പോ മറ്റന്നാളല്ല, ചിലപ്പോ ഒരു മാസം ചിലപ്പോ വർഷങ്ങൾ എടുക്കും. വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും ചിലപ്പോ അതിന്റെ എഫക്ട് വരാന്നൊക്കെ. അപ്പൊ നമ്മളത് എടുത്തോണ്ട് ചിലപ്പോ ഈ നാട്ടിലൊരു സുനാമിയോ അല്ലെങ്കിൽ ഒരു
മലയിടിച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതടക്കം ചിലപ്പോ ഞങ്ങള് എടുത്തോണ്ടെന്ന് പറയും. ഇനിയിപ്പോ എന്താ പറയാൻ പോകണ്ട എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ വരൾച്ചയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇതിപ്പോ നമ്മളിതൊക്കെ എടുത്തതിന്റെ പുറത്ത് നാട്ടിൽ വെള്ളം കിട്ടാതാക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്ന അല്ല. ഇനിയിപ്പോ അത്രയും നാട്ടുകാർക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പ്രതിവിധി ചെയ്യാൻ തയ്യാറാട്ടാ. അതെ, ഞങ്ങൾ അങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും നമ്മള് കാരണമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓല് തെളിയിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അന്നെ ഞാൻ പറഞ്ഞിങ്ങനെ ഇത് ഈ പ്രശ്നങ്ങൾക്കൊന്നും പോണ്ട, ഇത് വെറുതെ വെളിവാക്കേണ്ടത്, ഇതിന്റെ ആൾക്കാരെ നിങ്ങൾ കൊണ്ട് കാണിച്ചോളി എന്നുള്ളത് ഞാൻ അന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റെ പേടി കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടില്ലേ. അന്നത്തെ ഒരു പേടി അതിന്റെ ഇടയിൽ വന്നിട്ട് ഇതാക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അന്നിപ്പോ വെറുതെ വന്നാണ്. ഈ നാട്ടുകാർ ഈ പറയുന്നതിൽ ചിലപ്പോ കാര്യം ഉണ്ടാവും. അതിപ്പോ ഞമ്മക്ക് എന്ത് കാര്യം സിജി പറഞ്ഞേ, ഇത് മാസങ്ങളോളായി കഴിഞ്ഞ സംഭവങ്ങൾ. ഇപ്പൊ അടുത്താണ് ഈ കോളും വേറെ കാര്യമുണ്ട്. ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തല്ല. അല്ല, അത് ഒരിക്കലല്ല. ഇത്രയും കൊടുത്തിട്ട് അന്നായിട്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കിട്ട് അങ്ങനെ ഇതാക്കുമല്ല, ഒറ്റപ്പെടുത്തല്ല. വിളിച്ച് പറഞ്ഞ് കാര്യങ്ങളും കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞതാണ്, ഒരാളെ ഒന്നോ രണ്ടോ ആളൊക്കെയാണ് ഓന്റെ മൈൻഡും പുറത്ത് എങ്ങനെയാണെന്നൊക്കെ. ഇത് ഇങ്ങനെ ഒരു ദിവസം കഴിയുമ്പോ വേറെ നമ്പർ, അത് കഴിഞ്ഞാൽ വേറെ നമ്പർ. ഇതിന് ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ സംസാരിച്ചപ്പോ ആള് ആണ്ട് ചെല്ലാൻ നമ്മോട് പറഞ്ഞതാണ്. അയാള് എന്നോട് ചോദിച്ചപ്പോ എത്ര ഉറുപ്പ എന്നോട് പറഞ്ഞേ ചെല്ലാൻ? പൈസ കണക്ക് പറഞ്ഞിട്ട് കാര്യം. പൈസ പറയുന്നത് ലക്ഷങ്ങളാണ്. ഈ ലക്ഷങ്ങൾ ഞങ്ങൾ കൊടുക്കണം എന്നാണ്. ഞങ്ങൾ ഈ കൂലി പണിക്ക് പോയിട്ട് പറഞ്ഞേ ഭയങ്കര പ്രശ്നത്തിലാണ് വരിയെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞതാണെന്ന് പോയി നോക്കാന്നുണ്ട്. ഞാൻ പിന്നെ അതിന്റെ ആ ഭാഗത്തുനിന്ന് വിട്ടുന്ന. അച്ഛൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ ഇന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കല്ലേ വരണ്ടേ? എന്തോ ഈ കയ്യറ്റൊക്കെയാണ് എടുത്തിട്ട് കെട്ടയച്ചുന്നതും ഒക്കെ ചെയ്തിരുന്നു. ഏലസ് മറ്റത് മറിച്ച് എല്ലാ സാധനങ്ങളും അത് ഫുള്ള് ഓപ്പൺ ആക്കി കാണിച്ചത് എല്ലാതും മുടിനാര് വരെ ഇന്ന് കിട്ടിയിട്ട് ഒരു പ്രശ്ന കാര്യങ്ങൾ. തലവേദന ശേഷം മാറിയിട്ടില്ല, ഇപ്പോഴും കൂടി തലവേദന. മൈഗ്രൈൻ പ്രശ്നം എന്തെങ്കിലും കേൾക്കാറോ കുടിച്ചിട്ട് വരെ മാറുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കും, നാട്ടിൽ നടക്കുന്ന ആക്സിഡന്റുകളൊക്കെ ഞങ്ങൾ ഇത് ചെയ്തോണ്ടാണ് ഇത് എടുത്തോണ്ടാണെന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് തെറി പറയാണ്. അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, ഈ പൊട്ടിച്ചിട്ടിലുള്ള ഈ ആൾക്കാർ മൊത്തം ഇവിടെ മൊത്തം കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്കാരെ കൊണ്ടുള്ള ഉപദ്രവമാണെങ്കിലോ അത് ആദ്യം ഞങ്ങൾക്കല്ലേ വരിക. ഞങ്ങളല്ലേ പൊട്ടിച്ചതേ, ഞങ്ങളെ മേലല്ലേ കയറണ്ട്. ഞാൻ പറഞ്ഞാ നിങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടാവും. വിശ്വാസമല്ല, ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല, ഓൾക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. ഇപ്പൊ കറങ്ങി നടക്കുന്ന ആൾക്കാർക്ക് അതുണ്ടാവുമല്ലോ. അത് ശരിയാണ്. അനുഭവിക്കുന്നുണ്ടാവും, നിങ്ങൾ അറിയണില്ല. എന്താ അനുഭവിക്കുന്നത്? ഈ കാലാവസ്ഥന്റെ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ തള്ളിക്കളയാ. എന്താ ഓൽക്ക് ഈ കാലാവസ്ഥ അല്ലേ? ഈ കറങ്ങി നടക്കുന്ന ആൾക്കാർക്ക് ഓൽക്ക് കാലാവസ്ഥ ഇല്ലാന്ന് കാണുന്നില്ലല്ലോ. അപ്പൊ പിന്നെന്താ? വേറെ കാര്യമുണ്ട്. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ ഇത് നല്ല ആത്മാക്കളും ചീത്ത ആത്മാക്കളൊക്കെ ഉണ്ട്, അത് ഇറക്കി വിട്ടുവരെ ഉപദ്രവിക്കില്ല എന്നൊക്കെയാണ് ചിലര് പറയുന്നത്. അതിനെ പറ്റിയിട്ടൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ല അപ്പൊ ഞങ്ങൾ വെറുതെ വാദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും അത് ശരിയാണെന്ന് ഞങ്ങൾ പറയൂല. ഞങ്ങൾ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്കിപ്പോ പോയിന്റ് മനസ്സിലായി. നമുക്ക് നിങ്ങൾക്ക് ആർക്കും വരാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളാണ് ഇത് പൊട്ടിച്ച് പോലെ പുറന്നുവിട്ട് ഓൽക്ക് മോചനം നൽകി. ആ മോചനം നൽകുമ്പോ നിങ്ങളെ ഓരോ ഒന്നും ചെയ്യൂല. ഓല് നമ്മളെ എന്താ പറയാ, ഓല് നിങ്ങളെ അടിമകളായി കഴിഞ്ഞു. അങ്ങനെ പോലും ഞങ്ങൾ അടിമകളായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെ സത്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഈ വിമർശനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ വിമർശനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാൻ പറഞ്ഞ നിങ്ങൾ അതിന്റെ ഒരു വഴിക്ക് ഇറങ്ങി, നിങ്ങൾ വഴിക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ഓലുമായിട്ട് ബന്ധപ്പെട്ടു നോക്കി, ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചു നോക്കി, നടക്കും, കിട്ടും. ഞങ്ങൾ എങ്ങനെ അവര് കാണാൻ പറ്റില്ല. ആഗ്രഹിച്ചു എനിക്ക് കിട്ടിയില്ല, സിമ്പിളായിട്ട് എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് ഈ വീഡിയോ എല്ലാവരും കാണണം. ലാസ്റ്റ് നമ്മളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അല്ല, ഇത് നമ്മൾ ഉണ്ടാക്കി തീർത്തതാണെങ്കിലും എന്താ പറയാ, നിങ്ങള് ഒരു ഉദ്ദേശം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇത് അന്ധവിശ്വാസമാണെന്നുള്ളത്. ഇത് ഒരു അന്ധവിശ്വാസമാണ്. നാട്ടുകാരെ നമ്മളെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ കുളത്തിനെ ചുറ്റിപ്പറ്റി വെക്കണ കുറെ അന്ധവിശ്വാസങ്ങൾ, നാട്ടിൽ നടക്കണ കുറെ ആൾക്കാരെ പാവങ്ങളെ പൈസ ഇതൊക്കെ ഇല്ലാത്തൊരു കാര്യമാണ്. അതിൽ വല്ലാണ്ട് വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിച്ചോളൂ. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. അത് നമ്മൾ പറഞ്ഞില്ല. ഇതിന്റെ പേരിൽ നമ്മളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. കുറെ അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കാൻ പറ്റും. വരുന്ന തലമുറയിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങൾ റിസ്ക് എടുത്തായി ചെയ്ത്. മാറ്റലുണ്ടാവും. ഇനി ഇപ്പത്തെ തലമുറകൾ മാറ്റും. പക്ഷെ പഴയ തലമുറകളുണ്ടല്ലോ, നിങ്ങൾ എത്ര ഗണ്യ ശ്രമിച്ചിട്ടും കാര്യമില്ല, ഓല് മാറ്റില്ല. കാരണം എന്താ വെച്ചാല് ഓല് ഇതില് അഡിക്റ്റ് ആയി. ഇല്ല വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾ ആരും നിർബന്ധിക്കണില്ലല്ലോ. എന്താ മനസ്സിലാക്കാത്തേ? ഞങ്ങൾ ആരും നിർബന്ധിക്കണില്ല. നമ്മള് ചെയ്തത് എത്ര ഉള്ളൂന്ന് കാണിച്ചു കൊടുക്കണുള്ളൂ ആൾക്കാർക്ക്.
ഞങ്ങൾ ഒരാൾ നിർബന്ധിച്ചിട്ട് നിങ്ങൾ മാറുന്ന ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരാൾ പിടിച്ചിട്ട് മാറാത്ത എന്താ ഒരിക്കലും ചോദിക്കുന്നില്ല, ഓർക്ക് ഇഷ്ടം മാറിക്കോട്ടെ. മാറിക്കോട്ടെ. മാറാത്തവരാണ് ഈ വിളിച്ച് പറയുന്നത്, ഈ അപകടം ഉണ്ടാക്കിയതും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളാണെന്ന് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ ഇതിപ്പോ എന്താ വെച്ചാല് ഇപ്പൊ കുറച്ച് ഓവറാണിത്. കുറച്ച് ഞങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടാണ് ഇപ്പോ ആളുകൾ വിളിച്ചോണ്ടിരിക്കണത്. ഞങ്ങളിപ്പോ ഞങ്ങൾ ഇങ്ങനെ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ പറഞ്ഞിട്ട് ഓൽക്ക് എന്താ കിട്ടാൻ പോണേ? ഓൽക്ക് എന്താ മനസ്സുഖം? ഓൽക്ക് മനസ്സുഖം എന്താന്ന് വെച്ചാല് ഓല ഉള്ളില് തെറ്റിദ്ധാരണ കൂടി, ഓലുള്ളിൽ തെറ്റിദ്ധാരണ കൂടി, ഓല വിശ്വാസങ്ങള് ആണ് ഇത് തുറന്നു വിട്ടത്. ഇത് മൊത്തത്തില് നടക്കുകയാണെന്നാണ്, ഇവിടെ സഞ്ചരിക്കുന്നുണ്ട്. ഇത് അവരാണ് ഈ നാട്ടില് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കണമെന്നാണ് പോലെ വിശ്വസിച്ച് വരുന്നത്. എന്തായാലും കൂട്ടുകാർ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ആക്സിഡന്റുകളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ഇപ്പൊ ഇതിന്റെ പുറത്ത് നടക്കണ നമ്മളെ നാട്ടില് ഇതിനു മുന്നേ ആ വിളിച്ചു പറഞ്ഞ ആള് എത്ര 7 ആക്സിഡന്റുകൾ ഇപ്പൊ നമ്മളെ ഈ നാട്ടിൽ നടന്നതല്ല പറഞ്ഞത്. 7 ആക്സിഡന്റുകൾ നടന്ന് അത് ഈ നടന്നതൊക്കെ നമ്മൾ കാരണമാണെന്നാണ് അയാൾ പറയണത്. അത് ഈ പറയണത് ഇപ്പൊ കേരളത്തിന് പുറത്ത്, നമ്മളെ പുറത്ത് തന്നെ എത്ര ആൾക്കാർ ഡെയിലി മരിക്കുന്നുണ്ട്. ഈ ആക്സിഡന്റുകൾ എത്ര സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മള് കാരണം നമ്മളിത് തുറക്കണതിന് മുന്നേ നടക്കണില്ലേ? അതിന് മുന്നേ നമ്മളെ നാട്ടിൽ ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ദിവസം ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങി പോകുമ്പോഴാണ് ഇവിടെ വെച്ച ഉണ്ടായത്. ഓനിപ്പോഴും കൈ പൊട്ടി ഇരിക്കുകയാണ്, ഓന് പണിക്കിറങ്ങാറായിട്ടില്ല. അതൊക്കെ നമ്മളെ കാരണമല്ലല്ലോ. നമ്മളെ കാരണമല്ലല്ലോ, മറ്റോന്റെ എതിർവശത്ത് വരുന്ന വണ്ടിക്കാരന്റെ അടുത്ത് വാൾട്ടുണ്ടെങ്കിലോ. ആയിക്കോട്ടെ, എന്തായാലും സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കെങ്കിലും ഇതിനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ ഞങ്ങൾക്ക് വളരെയധികം ഉപകാരമാണ്. കാരണം ഞങ്ങൾക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ല, ഞങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല അഭിപ്രായങ്ങളും ഞങ്ങളുടെ തന്നെ വരുന്നുണ്ട്, പല ആളുകളിൽ നിന്നും. അതായത് ഇപ്പൊ മച്ചാൻ പറയുന്ന രീതി പറഞ്ഞാൽ വേറെ രീതിയാണ്, ഞങ്ങൾ പറയുന്ന രീതി പറഞ്ഞാൽ വേറെ രീതിയാണ്. അപ്പൊ നിങ്ങളെന്നെ ആലോചിച്ച് പുറത്തുള്ള ആളുകൾ ഞങ്ങളോട് പറയണത് എങ്ങനെയാവുന്നുള്ളത്. പല നാട്ടിൽ തന്നെ പല ആളുകളും പല രീതിയിലാണ് അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഒരാളോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ, ഞങ്ങളത് ആരോട് ചോദിച്ചില്ല, പക്ഷെ ഒക്കെ ഇങ്ങോട്ട് പറയാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമാണ്. അപ്പോൾ ഇതിന്റെ അടുത്ത പാർട്ടി ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കാം. ഞാൻ പറഞ്ഞതാണോ ശരി, ഇവര് പറഞ്ഞാണോ ശരി, നാട്ടുകാർ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളെ എന്താ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. മച്ചാമാർ ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും. അതുവരേക്കും ബൈ ഫ്രം കരേക്കാട് വ്ളോഗേഴ്സ്.